അപ്പോൾ നമസ്കാരം, ഷാഫിയാണ് സംസം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു നിങ്ങൾക്കൊരു റിക്വസ്റ്റ്, അതല്ല എന്താ പറയാ, അതായത് നമ്മൊരു 8 മാസം മുമ്പ് ഒരു 360 ക്യാമറ വെച്ച് കൊടുത്താണ്. അപ്പോൾ 360 ക്യാമറ വെച്ച് കൊടുക്കുമ്പോൾ എല്ലാവരും അതായത് റെക്കോർഡിംഗ് ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇത് ഗുണം എന്താണെന്ന് എനിക്കും ഇതുവരെ മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ ഒരു ടീം, നമ്മുടെ കസ്റ്റമർ ഇപ്പൊ ഇതൊരു മിററിൽ വന്ന് വണ്ടി ഇടിച്ച് ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോയി. അപ്പോൾ പുള്ളിയുടെ ഒരു അനുഭവം പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഗുണം മനസ്സിലായത്. അതുപോലെ ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ റെക്കോർഡിംഗ് എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം ഗുണം എന്താണെന്നുള്ളത് നമുക്ക് ഈ കസ്റ്റമർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ഒന്ന് ഇതിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കുക. ഇതാണ് വണ്ടി, ഈ സൈഡാണ് ഇടിച്ചത്. ഗ്ലാസ് ഇടിച്ച് ഡോറിന്റെ ഇതൊക്കെ, ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോയി, ഈ മിറർ പൊട്ടിപ്പോയി, ഗ്ലാസ് പൊട്ടിപ്പോയി, അതിന്റെ ഡോറിന്റെ ഇത് തിളക്കങ്ങളൊക്കെ സംഭവിച്ചു. ഇത് നമ്മൾ അഴിച്ചിട്ട് രണ്ടാമത് ആ കമ്പനി ക്യാമറ, പഴയ ക്യാമറ തന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താണ്. കംപ്ലീറ്റ് ഡോർ പാഡും കാര്യങ്ങളൊക്കെ അഴിച്ച വേണം ചെയ്യാൻ. ഫുള്ള് വയർ അഴിച്ചെടുക്കണം. കാരണം പഴയ വയറിങ് ഇതിൻ്റെ ആ എഡ്ജ് വെച്ച് ചെയ്യാൻ പറ്റില്ല. ഫുള്ള് വയർ അഴിച്ചെടുത്തിട്ട് വേണം ചെയ്യാൻ. ഇതാണ് മിററിൻ്റെ ഉൾവശം. ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ക്യാമറ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഹോൾ ഇട്ടിട്ട് ക്യാമറ പിടിപ്പിക്കുക. അല്ല, ഈ വയർ ഓൾറെഡി നേരത്തെ കടന്നേച്ച വയറാണ്. അപ്പോൾ അത് തന്നെയാണ് ഇടുന്നത്. പക്ഷെ അത് ഇവിടെ നിന്ന് കയറ്റിയാൽ ശരിയാവില്ല. അപ്പോൾ ബാക്കിൽ നിന്ന് നമ്മൾ രണ്ടാമത് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യണം. അതുപോലെ ഫുള്ള് വയറിങ് അഴിച്ചു, രണ്ടാമത് കണക്ട് ചെയ്തു. അപ്പോൾ കണക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് നോക്കിയാൽ പലതും പല കറക്റ്റ് പൊസിഷൻ കിട്ടില്ല. അപ്പോൾ ഇത് കാലിബ്രേഷൻ ചെയ്യണം. കാലിബ്രേഷൻ ചെയ്താലാണ് നമുക്ക് കംപ്ലീറ്റ് സ്ഥലങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കാലിബ്രേഷൻ ചെയ്യാനുള്ള ഒരു സെറ്റപ്പിലാണ്. ഫ്രണ്ടും ബാക്കും 4 സൈഡും പക്കയാക്കി കറക്റ്റ് ചെയ്ത് കാലിബ്രേഷൻ ചെയ്യണം. അപ്പോൾ കാലിബ്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയതാണ്. ഇതേപോലെ നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ കാണാൻ പറ്റും, വണ്ടിയുടെ സൈഡുകളും കാര്യങ്ങളും. അപ്പോൾ ഇതിനകത്ത് ഇത് നമ്മൾ പെൻഡ്രൈവ് കുത്തിയിട്ടാൽ എന്ത് സംഭവിച്ചാലും അത് ഫുള്ള് ഇതിനകത്ത് റെക്കോർഡിംഗ് ഉണ്ടാവും. അത് ഈ കാണുന്ന ക്ലാരിറ്റിയിലൊന്നുമല്ല. നമ്മൾ ലാപ്ടോപ്പിൽ ഇട്ട് കണ്ടാൽ, ലാപ്ടോപ്പിൽ 4K റെസൊല്യൂഷനാണ് കാണുന്നത്. 4K റെസൊല്യൂഷൻ വളരെ അടിപൊളി പിക്ചർ ആയിരിക്കും. ഒരാൾക്കും ഒന്നും പറയാൻ പറ്റൂല, സംഭവിച്ചില്ല എന്നൊന്നും പറയാൻ പറ്റൂല. അപ്പൊ ജസ്റ്റ് നമുക്ക് കസ്റ്റമർ അടുത്ത് ചോദിക്കാം എന്താണ് കംപ്ലൈന്റ് വന്നതെന്ന്. അതാണ് നമ്മുടെ കസ്റ്റമർ. 8 മാസം മുമ്പ് നമ്മൾ 360 വെച്ചിട്ട് പോയതാണ്. അപ്പൊ ഇപ്പൊ ഒരു ആക്സിഡന്റ് വന്നാണ്. പുള്ളിയെടുത്ത് ചോദിക്കാം എന്താണ് കംപ്ലൈന്റ്. ആക്സിഡന്റ് നടന്ന് ഓട്ടോയായിട്ടായിരുന്നു ആക്സിഡന്റ് ആയത്. ആക്സിഡന്റ് ഓട്ടോക്കാരനും ഞാൻ കൂടി തർക്കമായി. അവസാനം 360 ചെയ്ത് അതിൻ്റെതായിട്ടുള്ള റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. റെക്കോർഡിങ്ങിൽ പുള്ളി കൃത്യമായിട്ട് വന്നിരിക്കുന്നതും പിന്നെ അത് തീർപ്പാക്കാനും സാധിച്ചു. അതുകൊണ്ട് വളരെയധികം തൃപ്തിയാണ്. ഗുണമുണ്ടായി, തീർച്ചയായിട്ടും ഗുണമുണ്ടായി. അതുപോലെ തന്നെ ഇപ്പൊ ഒരു നല്ലൊരു സർവീസും കിട്ടി എനിക്ക്. അത് തന്നെ വളരെ സന്തോഷമുണ്ട്. അപ്പൊ 360 വെച്ചതിന്റെ ഗുണം ഇപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന് മാത്രമല്ല, ഇപ്പൊ പലവർക്കായിട്ട് ഗുണം കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ 360 നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, തീർച്ചയായിട്ടും നല്ല സർവീസ് കിട്ടുന്നുണ്ട്. അത് തന്നെ പിന്നെ നമുക്ക് പറഞ്ഞ സമയത്ത് ചെയ്തു തന്നെയുണ്ട്. അപ്പൊ അത് നല്ലൊരു ഗുണമാണ്. അപ്പൊ എല്ലാവരും ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഷോപ്പ് വരുന്നത് വൈറ്റില ജനതയിലാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ വരുന്നത് എസ് ഗാരേജ് വൈറ്റില എന്നാണ്. അതുപോലെ വെബ്സൈറ്റ് വരുന്നുണ്ട്. അതുപോലെ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ ഹോം ഡെലിവറി ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സീറ്റ് കവർ മാനുഫാക്ചറിങ് ആണ്. കാറിൻ്റെ AC വർക്കുകൾ, എല്ലാ കാറുകളുടെ AC വർക്കുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ EMI ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ബജാജ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് വെച്ച് EMI ഫെസിലിറ്റി കൊടുക്കും. നമ്മുടെ യൂണിസെക്സ് സലൂൺ നമ്മുടെ സഹോദര സ്ഥാപനമാണ്. സംസം നമ്മുടെ ബ്രാൻഡ് നെയിമാണ്. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.